ഓൾ അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് തന്നെ ഞാനൊരു ഗുഡ് ന്യൂസ് പറയാം. ഈ ഇടിയപ്പം പാലിൻ്റെയും വീഡിയോയിലെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിന്. ഇത് ഞാൻ കൊടുത്ത ഓർഡറാഞ്ഞ് മാഷാ അല്ലാ അൽഹംദുലില്ലാ. ഒരു ദിവസത്തിലെ ഇൻസ്റ്റയിൽ എത്ര ആൾക്കാരാണ് കണ്ടതെന്നറിയോ? 1.5 ലക്ഷം ആൾക്കാരാണ് കണ്ടത്. മാഷാ അല്ലാ. എൻ്റെ ഇൻസ്റ്റയിൽ 1000 എന്തോ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത്. ഒറ്റയടിക്കില്ലേ 2000 ആയി. ഇപ്പോൾ ഏകദേശം 3000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. മാഷാ അല്ലാ. ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് അല്ല അല്ലേ? അങ്ങനെ ആയിപ്പോയി. എനിക്കറിഞ്ഞാൽ ഒരു പ്രതീക്ഷിക്കാണ്ട് മാഷാ അല്ലാ ഭയങ്കര സന്തോഷമായി. നമ്മൾ എന്തെങ്കിലും ഒന്ന് കഷ്ടപ്പെട്ടിട്ടില്ല, അതിൻ്റെ ഒരു ഇത് റിസൾട്ട് കിട്ടും, ഭയങ്കര സന്തോഷമല്ലേ? അപ്പോൾ എന്ത് കഥയെന്നറിയോ? ഞാൻ 2-3 ദിവസം ഉമ്മാനിടെ നിന്നിട്ടായിട്ട് ഞാൻ പരുക്ക് വന്നതാണ്. കയറ്റി വെച്ച പാത്രം, പെരുന്നാൻ്റെ പാത്രങ്ങളെല്ലാം കയറ്റി വെച്ചെടുത്ത് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ അതിനെല്ലാം ഒന്ന് ഷോക്കേസിൽ കയറ്റണം. അപ്പോൾ എല്ലാം താഴെയുള്ളതെല്ലാം കയറ്റെല്ലാം വെച്ചിട്ട് ഒരുക്കിയിട്ട് പോയതാണ്. അപ്പോൾ ഈ ടൈമിനില്ലേ ഇടിയപ്പം പാലും എൻ്റെ ഓർഡർ ഉണ്ടാറ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തിട്ട് അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ അങ്ങോട്ട് പോയത്. ഇപ്പോൾ ഗ്യാസിൻ്റെ ഞാൻ പറഞ്ഞില്ലേ കരി ഭയങ്കര വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിനെ ശരിയാക്കിന്. ഞാൻ എണ്ണൻ്റെ എല്ലാം ഓർഡർ കഴിഞ്ഞാൽ നിറച്ചു എണ്ണെല്ലാം പോയിട്ടില്ലേ ചട്ടിയിലെല്ലാം ഇങ്ങനെ കരി പിടിക്കുന്നുണ്ടായി. അപ്പോൾ ഒരു കച്ചറ നമുക്കൊരു അലമ്പാന്നില്ല കയ്യിലെല്ലാം കരിയാകുമ്പോൾ അതെനിക്ക് സഹിക്കാൻ കഴിയാത്ത സംഭവം. അപ്പോൾ ഞാൻ അതിനെ റിപ്പയർ ആക്കാൻ കൊടുത്തിട്ട് ഇപ്പം നേരെ ശരിയായിട്ടുണ്ട് ഞാൻ. അങ്ങനത്തെ എല്ലാം കഥ. അപ്പോൾ ഇൻസ്റ്റാൻ്റെല്ലാം ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ആക്കുക. ഓക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ നമുക്ക് ഉസ്താദിൻ്റെ ചോറും കാര്യങ്ങളും സംഭവങ്ങളും എന്തെല്ലോ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ഈ റെസിപ്പി ഉണ്ട്. ഇന്ന് ഞാനിതിലൊരു കടലക്കറീൻ്റെ പുട്ടും കടലക്കറിയാണ് ഇന്ന് ഉസ്താദിന് ചോറിനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറേ വട്ടം കാണിച്ചിന്. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ നോക്കാവേ. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും അതും അല്ലാതെ ഡബിൾ ടേസ്റ്റ് ഉള്ളതും കറിയാണിത്. അങ്ങനെ ഞാൻ കുക്കറിലില്ല കടല വേകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിന് ശേഷം കറിവേപ്പ് ഇട്ടിട്ടായിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, തേങ്ങ, പിന്നെ മഞ്ഞൾ, ചിക്കൻ മസാല, ജീരകപ്പൊടി, ഗരം മസാല. ചിക്കൻ മസാല ഇട്ടെങ്കിൽ നല്ല ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിക്കൻ മസാല ഇട്. ആരോ വന്നിരുന്നു പറഞ്ഞിന് പച്ചക്കറിക്ക് ചിക്കൻ മസാലയൊന്നും ഒരു പ്രശ്നമില്ല, ടേസ്റ്റ് കൂടുന്നല്ലാതെ ഒന്നും കുറയാൻ പോകുന്നില്ല. അതെല്ലാം ഇട്ടിട്ട് ഒന്ന് മസാല ആക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ കുറേ നേരം ഒന്നും വെക്കണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടില്ല എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചിള്ളി കൊടുത്താൽ മതി. ഈ ടൈമിൽ നമ്മൾ കടലയില്ലേ നല്ല ബന്ധിട്ട് വരണം. കടല ഇങ്ങനെ ഒരു കടിക്കാൻ കിട്ടും ഒരു പാങ്ങിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു മുട്ട പോലെ ഒടിയണം. ആ ഒരു ഇതാവോളം വേവിക്കണം. നമ്മൾ അതൊന്നുമില്ല കുക്കറിൽ വെച്ചിട്ടില്ലേ ഒരു 4 വലിയ വിസിലും 4 ചെറിയ വിസിലാകുമ്പോൾ കടല നല്ല മുട്ട പോലെ വേകുന്നു വെള്ളക്കടല. എന്നിട്ട് ഒരു 2 കയ്യിൽ ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മസാലയ്ക്ക്. ഇപ്പം ഞാനില്ല ക്വാണ്ടിറ്റി കൂടുതലുണ്ട്, എന്തെങ്കിലും ഞങ്ങൾക്ക് 5-6 ദിവസത്തൊക്കെ ചോറുണ്ട്. അപ്പോൾ കൂടുതൽ തന്നെ ഉണ്ട്. നിങ്ങൾ പുരക്കാർക്ക് ഇത്ര ഒന്നും വെക്കുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ എല്ലാം മസാല എല്ലാം കുറച്ചിട്ടില്ലേ മറ്റേ കടല ഒരു കയ്യില ഒരു 1/2 കയ്യിലാ മറ്റോ ഇട്ടാൽ മതി അറിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ അതെല്ലാം ആയിട്ട് അതിന് ശേഷം ഇതാ മിക്സിൻ്റെ ജാറിലോട്ട് ഇടുക, നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ടുണ്ടാകും. തേങ്ങ എല്ലാം നിങ്ങൾ ഇഷ്ടം കൂട്ടുക കുറയ്ക്കുക എന്ത് വേണം ചെയ്യാം. ഓക്കെ. ഞാനിപ്പോൾ ഇത്ര കറിയാവാൻ ഏകദേശം അരമുറി തേങ്ങ എന്നിട്ടിന് ഒരു തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ ഒരു ചട്ടി കറിയായില്ലേ. നമ്മളെ ഉള്ളി തക്കാളി എല്ലാം ഇറക്കുന്നല്ലേ. അപ്പോൾ എന്നെ നല്ല ക്വാണ്ടിറ്റി നല്ല കൂടുന്നുമുണ്ട്, നല്ല ടേസ്റ്റ് ആവുന്നുമുണ്ട്. അപ്പോൾ കറി അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സോഫ്റ്റ് പുട്ട് റെഡിയാക്കിയിട്ട് എടുക്കണ്ടേ. മസാല അങ്ങനെ പുട്ടും റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ നല്ല ചൂട് പുട്ടും കടലക്കറിയും. ടിഫിനെല്ലാം നിരയായിട്ട് വന്നിട്ടുണ്ട്. 2 ഉസ്താദിൻ്റെ ടിഫിനും ഉണ്ട്, 2 മക്കളുടെ ടിഫിനും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് റെഡിയാക്കണം. അങ്ങനെ പിള്ളേർ കഴിക്കാനും ടിഫിനിലിടാനുള്ള പുട്ടെല്ലാം ഞാനിവിടെ റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 7:30 മണി അതിനെത്ര. അപ്പോൾ ഉസ്താദിന് വരാനായിട്ടുണ്ട്. അപ്പോൾ ഇനി 8 മണിയാകുമ്പോൾ ഒരു ഉസ്താദിന് വരുന്നു, 8:30 മണിയാകുമ്പോൾ പിന്നെ ഒരു ഉസ്താദിന് വരുന്നു, 8 മണിയാകുമ്പോൾ പിന്നെ സ്കൂളിൽ വന്നു, 9 മണിയാകുമ്പോൾ തന്നെ സ്കൂളിൽ വന്നു. മാഷാ അല്ലാ. അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ടതിന് ശേഷം ഇല്ല ഞാൻ മക്കളൊന്നും കഴിക്കുന്നു. പിന്നെ ഉസ്താദൻ ചോറെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു തിരക്കന്നല്ലേ. അപ്പോൾ പിള്ളേർ കഴിച്ചിട്ട് പോയിനെ പിന്നെയാണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ നല്ല പുട്ടും കറിയും കട്ടൻ ചായയും വേണമെങ്കിൽ നിങ്ങൾ പാലയക്കുക. ഞാൻ പിന്നെ ഒരു കട്ടന് കുടിക്കാനുള്ളൊരു മൂടായി അങ്ങനെ കട്ടനാക്കി അങ്ങനെ. അപ്പോൾ ഇതെന്തറിയോ ഒന്നാമത്തെ ഗുണം പുള്ളമാറിയിൽ നിന്നും എടുത്തിട്ട് വേസ്റ്റ് ആക്കാനില്ല. ഉള്ളി ചാടാൻ, തക്കാളി ചാടാൻ, പച്ചമുളക് കറിച്ചപ്പെല്ലാം പിള്ളേർ എടുത്ത് ചാടുന്നല്ലേ. ഇതിലൊന്നുമില്ല, എല്ലാം പേസ്റ്റായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇല്ലേ ഫുള്ള് മക്കളെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ എത്തുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനില്ലേ പാത്രമൊന്നും വന്നിട്ടില്ല. എന്താ പറയുക കൈ നീണ്ടേ പോയിട്ട് കിടന്നിട്ട് ഉറങ്ങിയതാണ്. മിന്നുവിൻ്റെ ബസ് പോയിട്ടുണ്ടായിന്.
അങ്ങനെ എന്തൊക്കെയും മിതാദിനോട് കൊണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലേ, മിതാദ് കൊണ്ടുവിടും തന്നെ തന്നൂനെയും വിട്ടും മിന്നിനും വിട്ടും എല്ലാത്തിനും വിട്ടും 9 മണിയാകുമ്പോൾ തന്നെ ഞാൻ എന്നിട്ട് പങ്ങലെ കിടന്നിട്ട് ഉറങ്ങിയിട്ട് ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ പിന്നെ എണിച്ചത് വെള്ളിയാഴ്ച ഉസ്താക്ക് ചോറുണ്ടായിനപ്പോൾ 2 മണിയാവും വരാനെന്ന് പറഞ്ഞു. അപ്പോൾ ധൈര്യത്തിൽ കിടന്നിട്ട് ഒരു 2 മണിക്കൂർ നല്ല വാങ്ങല കിടന്നിട്ട് ഉറങ്ങി. മഹദിനെ ഉറക്കി ഞാൻ ഉറങ്ങി. അങ്ങനെ ഉറങ്ങിയിട്ട് എണിച്ചതിന് ശേഷമാണ് പിന്നെ ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും കച്ചമ്പറും എല്ലാം ആക്കിയിട്ട് ഉസ്താദിനെ കൊടുത്തതിന് ശേഷം ഞാൻ കഴിച്ചതാണ്. ഇപ്പോൾ പിള്ളേരാരുമില്ല, എല്ലാം സ്കൂളിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചോറെല്ലാം വേവിച്ചിട്ടായിട്ടായതിന് ശേഷം ഇല്ലേ ഇപ്പോൾ കുറച്ചാണ് ക്ലീനാക്കിയത്. എന്നിട്ടായിട്ട് നമുക്ക് ഈ ഉസ്താദിന് വൈകുന്നേരവും ചോറുണ്ട്, ചായ ഉണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക കൊടുത്തത് നല്ല സ്ട്രോങ് ചായയും കേങ്ങാച്ചതില്ലേ, കേങ്ങാച്ചി ഞാൻ കൊടുത്തിട്ടായതിന് ശേഷം എന്താക്കി ഫുള്ള് കിച്ചണ് ക്ലീനാക്കി നല്ല അടിപൊളി ക്ലീനാക്കിയിട്ട് എടുത്ത് ആ ക്ലീനാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ രാത്രിക്കുള്ളത് റെഡിയാക്കുന്നുണ്ട്. അതിന് വെള്ളപ്പത്തിന് അരിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ബീഫ് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇതെന്തറിയോ, അപ്പോൾ ഈ ക്ലീനാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇല്ലേ ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളപ്പത്തിന്. അപ്പോൾ നമ്മൾ റൈസ് കുക്കറിൽ വെച്ചെങ്കിൽ ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ നല്ല പൊങ്ങിയിട്ട് വരുന്നു. ഈസ്റ്റ് നല്ല കറക്റ്റ് വരണോ, ഈസ്റ്റ് കറക്റ്റ് എന്ത് പേടിക്കാനില്ല, നല്ല സെറ്റായിട്ട് വരുന്ന പറഞ്ഞാൽ. അങ്ങനെ അപ്പോൾ അതാ കിച്ചണെല്ലാം ക്ലീൻ അതിന് രാവിലെ ഈ കിച്ചണ് നിങ്ങൾ കാണണം ഞാൻ പറഞ്ഞാൽ ആ മാതിരിയായിട്ടുണ്ടായിന്. അങ്ങനെ ഫുള്ള് തുടച്ചിട്ടല്ല അതിന് ശേഷമല്ലേ ഞാനിങ്ങനെ ഒരു ബ്ലാങ്കറ്റ് പിരിക്കുകയാണ് എങ്ങും അതാ മറ്റു പെട്ടെന്ന് വന്നിറണ്ടാന്നിട്ട് സ്ലിപ്പായിരുന്നിട്ട് അങ്ങനെ ഞാൻ അത് കിച്ചണെല്ലാം ഒന്ന് ഉണങ്ങിയിട്ടതിന് ശേഷം അതിനെല്ലാം ഒന്ന് എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇച്ചാൻ്റെ ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റാണ് ഇത് ഫുള്ള് എല്ലാം ഇങ്ങനെ കൊണ്ടു തരുമ്പോൾ ഇങ്ങനെ ലൈനായിട്ട് വെച്ചിട്ടില്ലേ അങ്ങോട്ട് മുട്ടാനായിട്ടുണ്ട് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു ഐറ്റം എടുക്കാൻ കഴിയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടിയിരുന്നില്ല. കിച്ചണിലോട്ട് അപ്പുറത്തെ കിച്ചണിലോട്ടെല്ലാം എല്ലാം ഇപ്പോൾ ഇവിടെ തന്നെ സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ബീഫെല്ലാം താഴെ വെച്ചതിന് ശേഷം ഏകദേശം 7 മണിയെന്തോ അതിന്. അപ്പോൾ ഇപ്പോൾ വരും ഉസ്താദിന്. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് വെള്ളപ്പം നല്ല പൊങ്ങിയിട്ട് പെർഫെക്റ്റായിട്ട് വന്നിന്. ഒരു കയ്യിൽ തുറക്കുമ്പോൾ തന്നെ തുറയുന്നില്ല, അത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ഒരടുപ്പിൽ എന്താക്കാം വെള്ളപ്പം ചൂടാ, ഇപ്പുറത്ത് ബീഫ് ഉണ്ടാക്കുക. ബീഫ് ഞാൻ ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫിൻ്റെ ചാറിൻ്റെ സംഗതിയില്ലേ ഒരാൾക്ക് ബീഫാണ് ചാറാന്നിട്ട് അങ്ങനെ ആക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല അറിയാം, നല്ല ബീഫ് ഒരു കുറുമ വെച്ചെങ്കിൽ നല്ല ടേസ്റ്റാണ്. തേങ്ങ അരച്ചിട്ട് വെച്ചെങ്കിൽ അതിനെ ഞാൻ ഒരിക്കൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. നോക്കിയാൽ നല്ല പൂ പോലത്തെ വെള്ളപ്പവും നല്ല ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഞാനില്ല ഓരോന്നോരോന്ന് റെസിപ്പി നിങ്ങൾക്ക് കാണിക്കണം നമുക്ക് നല്ല ആശയുണ്ട്. പക്ഷേ ഈ ഓർഡറും കച്ചറിയും എല്ലാം ഇതാകുമ്പോഴേ നമുക്കൊരു കാണിക്കേണ്ട മൂടേ പോന്നു. കച്ചറൊക്കെ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ നിങ്ങൾ ഒരു നിരിക്കല്ലേ എന്തിപ്പോൾ കച്ചറ എന്നിട്ട് അങ്ങനെയാണ് അധികം വീഡിയോ ഈ റെസിപ്പി മിസ്സാകുന്നത് അറിഞ്ഞാൽ. പിന്നെ അങ്ങനെ അപ്പോൾ ആ കുക്കറിൻ്റെ കോലമൊന്നും നിങ്ങൾ നോക്കണ്ട, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വെള്ളപ്പവും ബാക്കിയുള്ള കഥയും നോക്ക്. അങ്ങനെ ഞാൻ വെള്ളപ്പം ഓരോന്നോരോന്നായി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു പള്ളിയിൽ 4, ഒരു പള്ളിയിൽ ഒരു 2 അങ്ങനെയെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ടിഫിനിലിട്ടിട്ട് വെക്കുന്നുണ്ട്. പുറത്ത് നല്ല മയം വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോഴേക്കില്ലേ നല്ല കാറ്റാണ്. ഞാൻ ഉള്ളിലോട്ട് ഇരുന്നിട്ട് വോയിസ് കൊടുക്കുന്നുണ്ടതിന്. പക്ഷെ കാറ്റിൻ്റെ നല്ല സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ പഞ്ഞോണ്ട് വന്നിട്ട് ഇപ്പോൾ ഞാൻ ഇരുന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കാറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും ചിലപ്പോൾ. കാറ്റ് മഴ അതെല്ലാം ഭയങ്കര ഇഷ്ടം. ഓവർ കാറ്റല്ല, അവർ നല്ലൊരു കാറ്റും മഴയോടോട്ടിട്ടുള്ള രീതിയില്ല. അത് എന്തെന്ന് അറിയുന്നില്ല, എന്തോ ഒരു ഇഷ്ടം ഇങ്ങനെ. അതിന് ഞാനിങ്ങനെ കുറേ നേരം നോക്കിയിരിക്കും പറഞ്ഞൊരു ഇപ്പം നല്ല പണ്ടേ അങ്ങനെയാണ്. അങ്ങനെ അൽഹംദുലില്ലാ 2 ഉസ്താദിൻ്റെതും ടിഫിനെല്ലാം സെറ്റാക്കിയിട്ട് വിട്ടു. അപ്പോൾ ഇതെന്താ അറിയോ, നമുക്കിപ്പോൾ മാഷാ അല്ലാഹ് ഇൻസ്റ്റയിൽ നല്ല ഓർഡറെല്ലാം കിട്ടുന്നുണ്ട്. പ്രമോഷൻ വീഡിയോ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഓരോരോ വീഡിയോ ചെയ്യാനെല്ലാം പോകാനുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ വാച്ച് മറ്റെന്ത് മറന്നു ഫാൻസി അങ്ങനെയല്ലോ പോകാനുണ്ടായിന്. അപ്പോൾ മാഷാ അല്ലാഹ് ഇൻസ്റ്റാൻ്റെ എന്ത് വിസിറ്റ് അറിയില്ല ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ. ഇങ്ങനെ നോക്കും കാണും എന്നല്ലാണ്ട് ഇങ്ങനെ ഉള്ളുള്ളതുകൊണ്ടാണ് ഇതാക്കാന്നറിയില്ല ഞാൻ. പക്ഷെ ഇപ്പം ഇങ്ങനെ പഠിച്ചതുകൊണ്ടില്ലേ മാഷാ അല്ലാഹ് ഇപ്പോൾ ഭയങ്കര ഫോളോവേഴ്സെല്ലാം കൂടിക്കൊണ്ട് വരുന്നുണ്ട്. നമ്മൾ വീഡിയോസ് നിങ്ങൾ കണ്ടെങ്കിൽ മനസ്സിലാവും, നോക്കണോ. ഞാൻ ഇടിയപ്പവും പാലിൻ്റെ ഇട്ടത് മാഷാ അല്ലാഹ് ഒരു ദിവസം തന്നെ 1.5 ലക്ഷം ആൾക്കാർ നമ്മളെല്ലാം വീഡിയോ കണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമാണെന്നില്ലേ. ഇനി മെയിൻ റീസൺ എന്താ പറയുക, അനിയത്തിയുണ്ട് എൻ്റെ ഷെരീഫാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓളെടുത്ത്
ഓൾക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. അപ്പോൾ ഓള് കുറച്ച് തൊട്ടിട്ട് പിന്നെ വിട്ട് പോയി അങ്ങനെ. എന്നിട്ട് ഇപ്പോൾ മൊബൈലോട് ഓൾ ഇൻസ്റ്റയിലും യൂട്യൂബിലെല്ലാം ജസ്റ്റ് ഇങ്ങനെ കയറിയിട്ടാകുമ്പോൾ തന്നെ നല്ല 2-3 വീഡിയോസ് ഇട്ടപ്പോൾ തന്നെ നല്ല കയറി വീഡിയോ 2-3 കുറച്ച് ഇട്ടിട്ടാകുമ്പോൾ തന്നെ നല്ല കയറി. അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി. നല്ല നല്ല വീഡിയോ കയറുന്നുണ്ടല്ലോ, എന്ത് പണിയോ അത്ര വലിയ പണിയില്ല യൂട്യൂബിലിടുന്ന പോലെ തന്നെ ഇൻസ്റ്റയിലിടാൻ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയൊക്കെ എന്ത് ചെയ്തിട്ട് പിന്നെ ഞാൻ അവളോട് ചോദിച്ചിട്ടാണ് ഇട്ടത്. മാഷാ അല്ലാ ഇട്ടിട്ടാകുമ്പോൾ തന്നെ കുറച്ചായിട്ട് ഇപ്പോൾ മാഷാ അല്ലാ നല്ല നിലയിൽ പോകുന്നുണ്ട് അങ്ങനെ. അപ്പോൾ നമ്മൊന്നില്ലേ കഷ്ടപ്പെട്ടിട്ട് നല്ല നമ്മൾ മനസ്സറിഞ്ഞിട്ട് കഷ്ടപ്പെടാനും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ചെയ്യാനും നല്ല നമുക്ക് മൂടുണ്ടെങ്കിൽ മാഷാ അല്ലാ നമ്മൾ എങ്ങനെയായെങ്കിലും സക്സസ് ആവും. ഒരിക്കൽ ഇട്ട പാടന്നെ ചെയ്ത പാടന്നെ ആണോന്നില്ല, ജസ്റ്റ് നമ്മളിങ്ങനെ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. ചെയ്തെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് അതിനുള്ള ഒരു റിസൾട്ട് എന്തായാലും കിട്ടും. ഇപ്പം തന്നെ മാഷാ അല്ലാ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇൻസ്റ്റയിൽ നല്ല ഇലൊന്നും ഷോപ്പിൽ നല്ല വിളിക്കുന്നുണ്ട് വീഡിയോ ചെയ്യാൻ. പക്ഷെ നമ്മൾ ഈ കാറ്ററിങ്ങിനെ ആൾക്കിട്ട് അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ. കാറ്ററിങ് ഇല്ലാത്ത നാളിൽ ഓരോരിക്കും പോകാമെന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര എന്തോ നമുക്ക് പറയാനറിയില്ല, എന്നാലും എനിക്ക് മനസ്സിന് നല്ല സന്തോഷമുണ്ട് മാഷാ അല്ലാ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാറ്റും മഴയെല്ലാം വന്നിട്ടില്ല, ഇച്ചാൻ്റെ അടുത്ത മരമെല്ലാം മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാണ്. കമൻറ്റ് നിർബന്ധമായിട്ട് വേണം, ലൈക്ക് കൂടണവ. നിങ്ങൾ എത്ര ആൾ നോക്കി എത്ര ആൾ ലൈക്ക് ഇട്ടിട്ടായിട്ട് തന്നെ നോക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ പിന്നെ ഒരു ഇൻട്രസ്റ്റ് ആണത്. പിന്നെ ഇല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു, അല്ലാ നീ ഇപ്പോൾ വലിയ ആളായിട്ടാകുമ്പോൾ നമ്മളെല്ലാം മറക്കുമെന്നല്ലോ. അങ്ങനെയൊന്നും മറക്കില്ല. നമുക്ക് അങ്ങനെ വലിയ ആളാണോന്നുമില്ല. നമ്മളെ ഈ നാടൻ യൂട്യൂബർ മതി, മോഡേൺ ആയിട്ടുള്ള അങ്ങനത്തെ ഒന്നും വേണ്ട. നമ്മളെ കാറ്ററിങ്, നമ്മളെ നാട്, നമ്മളെ ഫാമിലി, നമ്മളെ ഫ്രണ്ടെല്ലാം ആയിട്ട് ഇങ്ങനെ ഒരു പൊൽസോടല്ലേ ഇപ്പോൾ പോകുന്നില്ല. മാഷാ അല്ലാ അങ്ങനെ ആയാൽ മതി. വലിയ വൈറലായിട്ട് അങ്ങോട്ടും മുകളിലെത്തണം അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇങ്ങനെ പോയാൽ മതി. മാഷാ അല്ലാ അത്ര മതി. വലിയ ഇനാട്ടി വൈറലാണ്ട് ഇത്ര മതി. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.